بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്താണ്, ഏഴാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്ത് വഴി, അല്ലദീന ഒരു കൂട്ടർ, ഒരു കൂട്ടരുടെ വഴി. സിറാത്തല്ലദീന ഒരു കൂട്ടരുടെ വഴി, അല്ലദീന അവരാരാണ്? അൻഅംത അല്ലാഹു നീ അനുഗ്രഹിച്ചിരിക്കുന്നു. അൻഅംത അൻഅമ അനുഗ്രഹിച്ചു, അൻഅംത നീ അനുഗ്രഹിച്ചിരിക്കുന്നു. അൻഅംത അലൈഹിം അവരുടെ മേൽ, ഇത് അവർക്ക് മേൽ അല്ലാഹു നീ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം അല്ലാഹു നീ എങ്ങനെയുള്ള ആൾക്കാരുടെ മാർഗത്തിലാണ് നമ്മളാക്കേണ്ടത്? അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. അവരെങ്ങനെയുള്ള ആളുകളാകരുത്? ഗൈരി ഇതുപോലുള്ളവരാകരുത്, ഇനി പറയുന്ന ആൾക്കാരാവരുത്. ഗൈറിൽ മഗ്ദൂബ്, മഗ്ദൂബ് ഗദിബ കോപിച്ചു. മഗ്ദൂബ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി ഇനി വരാൻ പോണതിൻ്റെ പാടാണത്. മഗ്ദൂബ് അതാണ് ഇസ്മു മഫ്ഊലാണ്, ഇസ്മു ഫാഇൽ നമ്മളെന്ന് പഠിച്ചത് ഇസ്മു മഫ്ഊലാണ്. മഗ്ദൂബ് കോപിക്കപ്പെട്ടവൻ. അൽ മഗ്ദൂബി അലൈഹിം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അലൈഹിം ഏതൊരുവിടെ മേൽ കോപിക്കപ്പെട്ടിരിക്കുന്നോ അവരുടേതല്ലാത്ത പാതയിലായിരിക്കണം. അല്ലാഹു ഇഹ്ദിന സിറാത്ത്, ഞങ്ങളൊരു സിറാത്തിലേക്ക് ആക്കണം. ആ സിറാത്ത് എങ്ങനെയാണ്? സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ആ വഴി എങ്ങനെയുള്ളവരുടെ വഴിയാകരുത്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം കോപിക്കപ്പെട്ടവരുടെ ഇതല്ലാത്ത വഴിയാണ്, അവരുടെ മാർഗത്തിലല്ല. വലദ്ദാല്ലീൻ വല ഇങ്ങനെയുള്ളവരുമല്ല. വാദന ഇതും കൂടെ അല്ല, നേരത്തെ ഗൈരി എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ അല്ലാത്തവർ അതിലേക്ക് ചേർത്തിട്ടാണ് വ, ഇവരുമല്ല. പിന്നെ ഏതാ? വലദ്ദാല്ലീൻ ല അല്ല, വലദ്ദാല്ലീൻ. ദാല്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ്, ദല്ലൻ്റെ ബാക്കിയാണ്, ഫാഇലിൻ്റെ രൂപമാണ് ദാല്ലീൻ. വടികേടിലായവർ അവരുടെ മാർഗത്തിലുമല്ല. അപ്പോൾ രണ്ട് വിഭാഗം ആളുകളുടെ വഴിയിലാവരുത്. കോപിക്കപ്പെട്ടവരുടെ വഴിയിലാകരുത്, വഴി പഴച്ചവരുടെ വഴിയിലും ആകരുത്. പിന്നെ ആരുടെ വഴിയിലാകണം? അല്ലാഹു നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ വഴിയിലായിരിക്കണം. എന്നിട്ട് അതിൻ്റെ തഫ്സീറിൽ വന്നിട്ടുള്ളത് നോക്കൂ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അപ്പോൾ നമ്മളതിവിടെ വായിക്കുമ്പോൾ തരീഖല്ലദീന അൻഅംത അങ്ങനെ വായിക്കണം. കാരണം സിറാത്ത എന്നുള്ളത് ഫത്ഹയാണ്, അപ്പോൾ യോജിച്ച രൂപത്തിൽ തരീഖ. തരീഖല്ലദീന അൻഅംത അലൈഹിം. തരീഖ് എന്ന് പറഞ്ഞാൽ സിറാത്തിൻ്റെ അർത്ഥമാണ് വഴി, സിറാത്തിന് തരീഖ് രണ്ടുവരെ ഏതാണ്ട് അർത്ഥമുള്ള വാക്കാണ്. സിറാത്ത് കുറച്ചുകൂടി വിശാലമായ വാക്കാണ്, കേവല തരീഖല്ല സിറാത്ത്. സിറാത്ത് എന്ന് പറയുന്നത് പ്രവേശിക്കുന്നവരെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന വഴിക്കേ സിറാത്ത് എന്ന് പറയുള്ളൂ, വലിയ വിശാലമായ വഴിക്കേ സിറാത്ത് എന്ന് പറയുള്ളൂ. തരീഖ് എന്ന് പറഞ്ഞാൽ ഏത് വഴിയും ആവാം. തരീഖല്ലദീന അൻഅംത അലൈഹിം അല്ലാഹു നീ നിഅമത്ത് ചൊരിഞ്ഞ, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴിയിലാക്കണം. ആരാണ് നീ അനുഗ്രഹം ചൊരിഞ്ഞ ആൾക്കാർ? ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല. മിനൻ നബിയ്യീൻ. ആരാണ് അവർ? മിനൻ നബി, നബിമാരിൽപ്പെട്ട. എൻ്റെ നിഅമത്ത് ലഭിച്ച ആൾക്കാരാണ് നബിമാർ. ഇപ്പം നബിമാരിൽപ്പെട്ട നീ അനുഗ്രഹം ചൊരിഞ്ഞ നബിമാരുടെ വഴിയിൽ. വസ്സുദ്ദീഖീൻ. സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിൽ നിന്നും എൻ്റെ റസൂലിൽ നിന്നും ഉള്ളത് വന്നെത്തുകയും കേൾക്കുമ്പോഴെല്ലാം അത് സത്യപ്പെടുത്തുകയും ചെയ്ത്, സത്യപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം വിശേഷണമായി മാറിയാൽ അദ്ദേഹമാണ് സുദ്ദീഖ്. അതാണ് സുദ്ദീഖ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ഒരു സംശയത്തിനോ ഒരു ചിന്തക്കോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പത്തിനോ കാത്തു നിൽക്കാതെ, ഒന്നും ആലോചിക്കാതെ ഉടനടി വിശ്വസിക്കുന്നവൻ, അവനാണ് സുദ്ദീഖ്. അബൂബക്കറിന് സിദ്ദീഖിന് ആ പേര് കിട്ടിയത് അങ്ങനെയാണ്. സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ ലഖബാണ്, അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരല്ല സിദ്ദീഖ് എന്നുള്ളത്. അദ്ദേഹം അബൂബക്കറായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശേഷണമായിരുന്നു സിദ്ദീഖ്, അബൂബക്കറിൻ അസ്സിദ്ദീഖ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, നബിമാരുടെ വഴിയിൽ. കഴിഞ്ഞുപോയ നബിമാർ, നൂഹ് നബി, ആദം നബി, മൂസാ നബി, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി,
സുദ്ദീഖുകളുടെ വഴിയിൽ. ആരാ സുദ്ദീഖ്? അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് ആരാണ്? അബൂബക്കറിന്റെ സുദ്ദീഖാണ്. വശുഹദാഇ, അതുപോലെ ഷുഹദാക്കളുടെ വഴിയിൽ. ആരാ ഷുഹദാ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ, മരണം വരിച്ച ആളുകൾ. അവർ ഷഹീദ് എന്ന പേര് അവർക്ക് കിട്ടാനുള്ള കാരണം എന്താ? അവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എങ്ങനെ സാക്ഷ്യം വഹിച്ചു? അവരുടെ ജീവിതം കൊണ്ട്. കാരണം അവർ മരിക്കാനാണ് തയ്യാറായത്. ഒരാൾ തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരാൾ ആ ജീവൻ കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? തൻ്റെ ആദർശം സത്യമാണ്, അയാൾ സാക്ഷിയാണ്. ഷുഹദ വസ്സാലിഹീൻ. സാലിഹീൻ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം ചെയ്യുന്ന ആൾക്കാർ, നന്മ അധികരിക്കുന്ന ആളുകൾ. ചില പണ്ഡിതന്മാർ തഫ്സീർ പറയുന്നത് കാണാം, നബിമാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുദ്ദീഖുകൾ അവരുടെ നേതാവ് അബൂബക്കറിന് സുദ്ദീഖാണ്. ഷുഹദാ അവരുടെ നേതാവ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ്. സാലിഹീങ്ങൾ അവരുടെ നേതാവ് ഉമറാണ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പല മുൻഗാമികൾ പറഞ്ഞേക്കാണ്, സാലിഹീങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ ഉമറാണ് അതിൻ്റെ മുൻപിലുള്ളത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഫഹും അഹ്ലുൽ ഹിദായത്തി വൽ ഇസ്തിഖാമ. അള്ളാഹു നീ അനുഗ്രഹിച്ച ആളുകൾ, അവരുടെ പ്രത്യേകത ഫഹും അഹ്ലുൽ ഹിദായ, അവർ ഹിദായത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്മാർഗം അറിയാൻ സാധിച്ചിട്ടുണ്ട്, അറിവുണ്ട്. ഹിദായത്ത് എന്ന വാക്ക് ഇസ്തിഖാമത്തിനോട് ചേർത്ത് വന്നാൽ ഹിദായത്തിൻ്റെ ഉദ്ദേശം ഇൽമാണ്. അവർക്ക് സന്മാർഗമുണ്ട്, അതായത് അറിയാം, ഹക്ക് ഏതാണെന്ന് അറിയാം. അറിയുക മാത്രമാണോ? വൽ ഇസ്തിഖാമ, അറിയുന്നതിനോടൊപ്പം അവർ അതിൽ ഉറച്ചു നിൽക്കുന്നവർ കൂടിയാണ്. അറിവുമുണ്ട്, അമലുമുണ്ട്. അള്ളാഹ് അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ അറിവ് മാത്രമുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ അമല് മാത്രമുള്ള ആൾക്കാരല്ല അറിവില്ലാതെ, മറിച്ച് അറിവുമുണ്ട്, അമലുമുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ പലയിടത്തും നബിമാരെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. ഹുദ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഹിദായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഇൽമാണ്. ദീനുൽ ഹഖ് എന്നതുകൊണ്ട് ഉദ്ദേശം അമലാണ്. ഹുദയും ദീനുൽ ഹഖുമാണ്, സന്മാർഗവും അമലും, അറിവും അമലും. ഫഹും അഹ്ലുൽ ഹിദായത്തി വൽ ഇസ്തിഖാമ വലാ തജഅൽന. അല്ലാഹു നീ ഞങ്ങളെ ആക്കരുതേ. അല്ല, വലാ തജഅൽ നഹിയല്ലത്. ഞാൻ മുൻപ് പറഞ്ഞ അതേ കാര്യം ഇവിടെ ബാധകമാണ്. എന്ത്? താഴെയുള്ള ആൾ മുകളിലുള്ളവരോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിൽ എന്താ ഉള്ളത്? കൽപ്പനയല്ല, പിന്നെ തേട്ടാണ്, യാചനയാണ്. വലാ തജഅൽന, അല്ലാഹു നീ ഞങ്ങളെ ആക്കരുതേ. മിമ്മൻ സലക തരീഖൽ മഗ്ദൂബി അലൈഹിം. മിമ്മൻ, മിൻ മൻ, മിൻ ഒരു വിഭാഗത്തിൽ, മൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ, ഒരു കൂട്ടരിൽ, അവരുടെ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ. സലക്ക, സലക്ക ദഖല പ്രവേശിച്ചു, സലക്ക എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. മിമ്മൻ സലക്ക, അള്ളാഹുവെ ഞങ്ങളെ നീ ഒരിക്കലും ആക്കരുതേ. മിമ്മൻ സലക്ക പ്രവേശിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ. എവിടെ അവർ പ്രവേശിച്ചു? തരീഖ് അൽ മഗ്ദൂബ്, തരീഖ് വഴിയിൽ, അൽ മഗ്ദൂബി അലൈഹിം കോപിക്കപ്പെട്ടവരുടെ വഴിയിൽ പ്രവേശിച്ചവരിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. എന്താണ് അവർക്ക് മേൽ അള്ളാഹു കോപിക്കാനുള്ള കാരണം? എന്താ കാരണം? അല്ലദീന അറഫുൽ ഹഖ, അവരാരാണ്? അല്ലദീന, അവരൊരു കൂട്ടരാണ്. അറഫു അറിഞ്ഞു, അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ തിരിച്ചറിഞ്ഞു. അറഫുൽ ഹഖ, സത്യം അവർക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു. വലം യഅമലു ബിഹി, അതുകൊണ്ട് അവർ പ്രവർത്തിച്ചില്ല. സത്യം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്ത അവരുടെ മേലാണ് അള്ളാഹുവിൻ്റെ കോപമുള്ളത്. എന്താ തെളിവ്? സൂറത്ത് സഫൽ എന്താ അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ. നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം ശക്തമായ കോപമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിട്ട് പിന്നെ ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപം വരുത്തി വെക്കുന്ന കാര്യമാണ്. കാരണം എന്താ? അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടുതൽ വലിയ ധിക്കാരമാണ്. അല്ലദീന അറഫുൽ ഹഖ വലം യഅമലു ബിഹി വഹുമുൽ യഹൂദ്, അവരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. വഹും അക്കൂട്ടരാണ്, അൽ യഹൂദ് യഹൂദരാണ്. കാരണം യഹൂദർക്ക് അറിയാമായിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും.
വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ക വഹും യഅലമൂൻ. കിതാബ് നൽകപ്പെട്ട ആളുകൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എങ്ങനെ അറിയാം? അവരുടെ മക്കളെ കുറിച്ച് അറിയുന്നത് പോലെ അറിയാം. എന്ന് പറഞ്ഞാൽ മക്കളെ അവർക്ക് മക്കളുടെ വിശേഷണങ്ങളും കോലവും എങ്ങനെ അറിയില്ലേ? അറിയാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ അവരുടെ കിതാബിൽ ഒരു വായിച്ചു വെച്ചതാണ്, അവർക്കത് അറിയാം. പക്ഷെ അവർ ഹക്ക് മറച്ചു വെക്കാൻ. വഹുമുൽ യഹൂദു വമൻ കാന അലാ ഷാക്കിലത്തിഹിം. ആ പറഞ്ഞതാരാണ്? യഹൂദരും. വെറും യഹൂദർ മാത്രമാണോ? അല്ല. വമൻ കാന അലാ ഷാക്കിലത്തിഹിം. വമൻ ഒരു വിഭാഗം ആളുകൾ കാന ആയിരുന്നു, അലാ ഷാക്കിലത്തിഹിം അവരുടെ ഷക്കിലായിരുന്നു, പിന്നെ അവരുടെ കോലത്തിലും അവരുടെ രൂപത്തിലുമായിരുന്നു, അവരുടെ അതേ അവസ്ഥയിലായിരുന്നു. ഷാക്കിലത്ത് എന്ന് പറഞ്ഞാൽ തബ, പ്രകൃതത്തിൽ, അവരുടെ പ്രകൃതത്തിലായിരുന്നു. അതായത് ഹക്ക് അറിഞ്ഞിട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ യഹൂദരോട് സാദൃശ്യമുള്ളവരാണ്. അതുകൊണ്ട് സുഫിയാൻ ബിൻ ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ്, മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബഹുൻ മിനൽ യഹൂദ്. ഉലമാക്കളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളെ അറിവുള്ള ആൾക്കാർ, പണ്ഡിതന്മാർ പഴിച്ചു പോയാൽ, അവർ മോശക്കാരായാൽ അവരിൽ യഹൂദരോടാണ് സാദൃശ്യമുള്ള. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അറിഞ്ഞിട്ട് ഹക്ക് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് യഹൂദരുടെ സ്വഭാവമാണ്. അപ്പം അള്ളാഹുവെ, നീ ഞങ്ങളെ നിഅമത്ത് നൽകപ്പെട്ടവരുടെ വഴിയിലാക്കണേ, നീ കോപിച്ചവരുടെ വഴിയിലാക്കരുത്. നോക്കൂ, അവിടെ അള്ളാഹുവിനോട് അവർ ഈ ആയത്തിൽ അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ പാലിച്ച മര്യാദ നോക്കൂ നിങ്ങൾ. ഇത്രയും പറഞ്ഞ പോലെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവർ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അവിടെ അൻഅംത അല്ലേ, എന്താ നിങ്ങൾ പഠിച്ചില്ല? ഫഅൽത, മുഖാത്തബുണ്ട്, ഹാദിറാണ് അല്ലേ, നീ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവർ. പക്ഷെ കോപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴോ നീ കോപിച്ചവർ എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ അവിടെ പ്രയോഗം മാറ്റി. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. മഗ്ദൂബ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ, കോപിക്കപ്പെട്ടവർ. എന്താ മജ്ഹൂലാണ്, ഫാഇലിനെ പറ്റി അവിടെ പറഞ്ഞില്ല. കോപിച്ചവൻ ആരാണെന്ന് പറഞ്ഞില്ല. അത് മജ്ഹൂലായ സ്വരത്തിലാണ് ഉപയോഗിച്ചത്. അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ അദബാണത്. സഹോദരങ്ങളെ, വർത്തമാനത്തിൽ നല്ല ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കരമായ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അദബ് പാലിച്ചുകൊണ്ടേ സംസാരിക്കാൻ പാടുള്ളൂ. അത് ഖുർആനിൽ വന്നതുപോലെ ഹദീസിൽ വന്നതുപോലെ വശറു ലൈസ ഇലൈക്, തിന്മ ഒരിക്കലും അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല. എന്നാൽ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അങ്ങനെ പറയുമ്പോഴോ അത് കുഴപ്പമില്ല. പക്ഷെ തിന്മ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. അതിൽപ്പെട്ട അതിനും ആ പറഞ്ഞതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. യഹൂദരും അവരുടെ ആ മാർഗത്തിൽ പോയ ആളുകളും അവരുടെ വഴിയിൽ ഉൾപ്പെടുത്തരുതേ. വലാ തജഅൽനാ മിന ദ്ദാല്ലീൻ, ദ്ദാല്ലീങ്ങൾ വഴിപഴച്ചവരുടെ മാർഗത്തിൽ. ള എന്നുള്ളതാണ് വഴിപഴച്ചു, തെറ്റിപ്പോയി, അവരുടെ വഴിയിലും ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. വഹുമുല്ലദീന ലം യഹ്തദു അൻ ജഹ്ലിൻ മിൻഹും. വഹും അവരാരാണ്? അല്ലദീന ലം യഹ്തദു, അവർക്ക് ഹിദായത്ത് ലഭിച്ചില്ല, സന്മാർഗം അറിയാൻ കഴിഞ്ഞില്ല. അൻ ജഹ്ലിൻ മിൻഹും, അൻ കാരണം എന്തായിരുന്നു? ജഹ്ലിൻ, അറിവില്ലായ്മ കാരണത്താൽ. മിൻഹും അവരുടെ പക്കലുള്ള അറിവില്ലായ്മ കാരണത്താൽ അവർക്ക് ഹക്ക് അറിയാനേ സാധിച്ചില്ല. ഫദല്ലു ത്വരീഖ, ഫദല്ലു അവർ വഴി തെറ്റിപ്പോയി. അവർക്ക് അത്വരീഖ വഴി തെറ്റിപ്പോയി, അവരുടെ വഴി മാറിപ്പോയി. അള്ളാഹു ഉദ്ദേശിച്ച വഴിയിലല്ലാതെ അവർ തെന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്, കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിവില്ലാതെ ഒരാൾ പഴിച്ചു പോകുക എന്നുള്ളത് ഇത്ര പ്രയാസകരമാണ്. കുറേ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ പോലെ ഹൽ ഉനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഏറ്റവും നഷ്ടക്കാരായ പ്രവർത്തനം ചെയ്തവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആരാണവർ? ദുനിയാവിൽ ഞങ്ങൾ ശരിയിലാണെന്ന് വിചാരിച്ച് കുറേ പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു ഉപകാരം ഉണ്ടായില്ല, ഒരു പ്രയോജനം അവർക്കതുകൊണ്ട് ലഭിച്ചില്ല. അങ്ങനെ ആവുക എന്നുള്ളത് വളരെ നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഹദീസിലുള്ളത് അല്ലാഹുമ്മ അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഫദല്ലു ത്വരീഖ വഹുമുൻ നസാറ. അതിൻ്റെ മുൻപന്തിയിലുള്ളതാരാണ്? നസ്രാനികളാണ്, നസാറാക്കളാണ്. നസാറാക്കൾ എന്ന് വിശേഷിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. ഖുർആനിൻ്റെ പ്രയോഗം നസാറ എന്നുള്ളതാണ്. നസാറാക്കൽ
നസ്രാനികൾ. അതാണ് ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം. അതിൽ നിങ്ങൾ എപ്പോഴും ദീൻ കൊണ്ടുവന്ന ഇസ്തിലാഹുകൾ, ദീനിൻ്റെ സാങ്കേതികമായ പദങ്ങൾ അള്ളാഹു റസൂൽ എന്തുപയോഗിച്ചു അങ്ങനത്തിന് ഉപയോഗിക്കുക. അത് ഏറ്റവും നല്ലത്. പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ പ്രയോഗങ്ങളിൽപ്പെട്ടതാണ് മസീഹയ്യൂൺ അല്ലെങ്കിൽ ക്രൈസ്തവർ. ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് നസാറ എന്നാണ്. ഏറ്റവും നല്ല പ്രയോഗം അതാണ്, അള്ളാഹു ഉപയോഗിച്ച പ്രയോഗമാണ് നസാറ. അപ്പോൾ ഒരു നസാറാക്കളാണ്. വഹുമുൻ നസാറ, അവർ നസറാനികളാണ്. വമൻ ഇത്തബഅ സുന്നതഹും. മറ്റേത് ക്രൈസ്തവർ എന്ന് ഉപയോഗിക്കുന്നത് ഹറാം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സമയത്ത് ഉപയോഗിക്കേണ്ടി വന്നാൽ സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ പൊതുവേ ഏത് വാക്കായിരിക്കും ഏറ്റവും നല്ലത്? ശരീഅത്ത് കൊണ്ടുവന്ന പ്രയോഗം. ഖുർആൻ സുന്നത്തിൽ വാക്ക് വന്നാൽ അതാണ് ഏറ്റവും നല്ലത്, ആ വാക്കിൽ ഒതുങ്ങുക. അല്ലെങ്കിൽ പിൽക്കാലത്ത് ഉണ്ടാക്കുന്ന വാക്കുകൾ പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പല വാക്കുകളും അങ്ങനെ ഉണ്ടാക്കിയത് കാണാം. വമൻ ഇത്തബഅ സുന്നതഹും, അതുപോലെ അവരുടെ മാർഗം പിൻപറ്റിയ ആൾക്കാർ. നേരത്തെ പറഞ്ഞ വാക്ക് സുഫിയാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ പോലെ വമൻ ഫസദ മിൻ ഉബാദിന ഫഫീഹി ശബഹുൻ മിനൻ നസാറ. നമ്മുടെ ഉബാദുകളിൽ, ഉബാദ് എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ ഇബാദത്ത് ചെയ്ത് കൂടുന്ന ആൾക്കാർ, സാധാരണക്കാരായ നല്ല ആരാധനയിൽ മുഴുകുന്ന ആളുകൾ, അവരിൽ പഴവുകളും വീഴ്ചകളും പണഞ്ഞാൽ, അവർ നശിച്ചു പോയാൽ അവർക്ക് ആരോടാണ് സാദൃശ്യം? നസാറാക്കളോടാണ്. അപ്പോൾ ഇത് പഴയ കാലം മുതൽ മുസ്ലിം ഉമ്മത്തിലുണ്ടായ വലിയ വലിയ ദുരന്തങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ ദുരിതങ്ങൾക്ക് പലപ്പോഴും കാരണക്കാരായത് ഇങ്ങനെ വിവരമില്ലാത്ത ആൾക്കാർ, അവാമുന്നാസ് വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ്. പണ്ട് മുതലേ, പഴയ കാലഘട്ടം മുതലേ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായ ആൾക്കാർ അവർക്ക് സംസാരിക്കാൻ പാടില്ലാത്ത വിഷയത്തിൽ സംസാരിച്ചിട്ട് ആൾക്കാർ വഴിപിഴക്കും. വഫീ ഹാദ ദുആ, ഈ പ്രാർത്ഥനയിലുണ്ട് ഷിഫാഉൻ ലിഖൽബിൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിനുള്ള ഷിഫാ ഉണ്ട്, രോഗശമനമുണ്ട്. മിൻ മറദിൽ ജുഹൂദ്, ജുഹൂദിൻ്റെ അസുഖത്തിൽ നിന്നുള്ള ഷിഫാ ഉണ്ട്. എന്താ ജുഹൂദ് എന്ന് പറഞ്ഞാൽ? ജുഹൂദ് എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുക, അതിനാണ് ജുഹൂദ് എന്ന്. ജഹദ എന്നുള്ള വാക്ക് നമ്മൾ പിടിച്ചാൽ അറിഞ്ഞിട്ട് നിഷേധിക്കുന്നത് ജഹദ എന്ന് പറയാം. ഫിർഔനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞാണ് വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ളുൽമൻ വഉലുവ, അവർ അറിഞ്ഞിട്ട് സത്യം നിഷേധിച്ചു കളഞ്ഞു. അപ്പോൾ ജുഹൂദ്, അറിഞ്ഞിട്ട് സത്യം നിഷേധിക്കുന്ന സ്വഭാവം നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിൽ നിന്ന് ഈ പ്രാർത്ഥന നിന്നെ രക്ഷിക്കും. എന്തുകൊണ്ടാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെ, യഹൂദരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തരുതേന്നുണ്ട് അല്ലേ? അതുകൊണ്ട് വൽ ജഹ്ലി, അതുപോലെ അറിവില്ലായ്മയുടെ രോഗത്തിൽ നിന്ന് നിനക്ക് എന്തുകൊണ്ടാ നസാറാക്കളുടെ വഴിയിൽ ഉൾപ്പെടുത്തരുതേന്നുണ്ട്. വദ്ദലാലി, അതുപോലെ വഴികേടിൻ്റെ മാർഗം, അത് രണ്ടുപേർക്കും ബാധകമാണ്. ജൂതന്മാർക്കും ബാധകമാണ്, നസ്രാനികൾക്കും ബാധകമാണ്. ഇതിൽ നിന്നൊക്കെ അള്ളാഹു നിന്നെ, ഈ അസുഖങ്ങളൊക്കെ നിന്നെ സുഖപ്പെടുത്താൻ ഈ പ്രാർത്ഥന മതി. വദലാലത്തുൻ അലാ അന്ന അഅ്ളമ നിഅമത്തിൻ അലൽ ഇത്ലാഖി ഹിയ നിഅമത്തുൽ ഇസ്ലാം. വദലാല, അതുപോലെ ഈ ആയത്തിൽ മറ്റൊരു ദലാലത്തിന് സൂചനയുണ്ട്. അന്ന അഅ്ളമ നിഅമത്തിൻ അലൽ ഇത്ലാഖ്, ഏറ്റവും അഅ്ളമു നിഅമ, ഏറ്റവും വലിയ നിഅമത്ത്, അലൽ ഇത്ലാഖ് നിരുപാധികം, ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹിയ നിഅമത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നിഅമത്താണ് ഏറ്റവും വലിയ നിഅമത്ത് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം എന്താ? ഈ പ്രാർത്ഥന ഇവിടെ ഏറ്റവും മഹത്തരമായ സൂറത്തിൽ എല്ലാ ദിവസവും അള്ളാഹ് ദുആ ചെയ്യിപ്പിച്ച ഒരൊറ്റ കാര്യം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് സഹോദര, നിനക്ക് എല്ലാം ദുനിയാവിൽ നഷ്ടമായി എന്ന് വിചാരിക്കുക. കാഴ്ചയില്ല, നിനക്ക് മേൽക്കുമേലുണ്ട്, ദാരിദ്ര്യം അങ്ങേയറ്റമുണ്ട്, വീടില്ല, ഒന്നുമില്ല. ഇസ്ലാം ഉണ്ട് എങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നീ രക്ഷപ്പെട്ടു. പക്ഷേ നിനക്ക് ദുനിയാവിൽ സർവ്വതുമുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ ഇസ്ലാം നിനക്കില്ല എങ്കിൽ നിന്നേക്കാൾ വലിയ നഷ്ടത്തിൽ ഒരാളുമില്ല. ഇസ്ലാമാണ് ഏറ്റവും വലിയ നിഅമത്ത്. അത് നിങ്ങൾക്ക് മനുഷ്യൻ പരലോകത്തെത്തിയാൽ തിരിച്ചറിയും. നബിമാർ പ്രാർത്ഥിച്ചു നോക്കൂ, തവഫനി മുസ്ലിമൻ വൽഹഖ്നി, അള്ളാഹു മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് കേൾപ്പിച്ച ആയത്ത് നോക്കൂ, അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. നോക്കൂ, വമൂതു മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് മരിച്ചോളൂ എന്നല്ല, മുസ്ലിമല്ലേ മരിക്കരുത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതിൻ്റെ പ്രയോഗം ഭയങ്കര ശക്തമാണ്.
സഹോദരങ്ങളെ ദുആ ചെയ്യുക. ഇത് മരിക്കുന്ന സമയത്ത് ഇസ്ലാമിലായിട്ട് മരിക്കാൻ, മരണത്തിൻ്റെ വേളയിൽ ഷഹാദത്തിൽ മരിക്കാൻ, ഇസ്ലാമിലായിട്ട് മരിക്കാൻ. നിങ്ങളിത് ഓർമ്മ വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ദുആ സ്വീകരിക്കപ്പെടുമെന്ന സാഹചര്യമുണ്ടായാൽ നിങ്ങളുടെ ഒന്നാമത്തെ ദുആ ഇതായിരിക്കാം, ഇസ്ലാമിൽ മരിപ്പിക്കുക. ഇസ്ലാമിലായി തൗഹീദിലായി സുന്നത്തിലായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞു, തഅബെല്ലാം കഴിഞ്ഞു. വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ഷർ, എൻ്റെ മരണം അല്ലാഹു എല്ലാ ഷർറിൽ നിന്നുമുള്ള ആശ്വാസമാക്കണേ. ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരാൾക്ക് ലഭിച്ചാൽ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ക്യാൻസറാണ് എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം സർജറി നടത്തി. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൊന്ന്, അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്തിനാണ് ദുനിയാവിൽ അമലുകൾ ചെയ്യുന്നത്? സ്വർഗം ലഭിക്കാനാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിനനുസരിക്കുകയും ചെയ്ത് ജീവിച്ചാൽ ഒരാൾക്ക് നമ്മുടെ അപ്പുറത്തുള്ളത് സ്വർഗമാണെങ്കിൽ ഫമർഹബൻ ബിൽ മൗത്ത്, എങ്കിൽ മരണത്തിന് സ്വാഗതം. സ്വർഗമാണ് അപ്പുറത്ത് കാത്തിരിക്കുന്നതെങ്കിൽ മരണം നമുക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണ്. കാരണം എന്താ, അതുകൊണ്ടാണ് ഹദീസിൽ വന്നത് അല്ലേ, അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹ്യിനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി വതവഫനി മാ അലിംതൽ വഫാത ഖൈറൻ ലി. അല്ലാഹുവേ, ജീവിതം എനിക്ക് ഖൈറാണെന്ന് നീ അറിയുമ്പോൾ നീ എന്നെ ജീവിപ്പിക്കണേ. മരണമാണ് എനിക്ക് ഖൈർ എന്നറിഞ്ഞാൽ അള്ളാഹുവിനെ എന്നെ മരിപ്പിക്കണേ. മരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം സ്വർഗമാണ് അപ്പുറത്തെങ്കിൽ മരണമാണ് ഏറ്റവും മനോഹരമായത്. കാരണം ഇത് കഴിഞ്ഞു എന്നുള്ളതാണ്. പരീക്ഷണം, സഹാബികൾ പറഞ്ഞില്ലേ, പരീക്ഷണത്തിൻ്റെ കാഠിന്യം നിങ്ങൾ ചിന്തിച്ചാൽ, ആ കാഠിന്യം ചിന്തിച്ചപ്പോഴാണ് ഉമർ ഖത്താബ് പോലുള്ള ആൾക്കാർ പറഞ്ഞത്, അല്ലാഹുവേ, ഞാനൊരു മനുഷ്യന് വെറുതെ നടക്കുമ്പോൾ ബലം പിടിക്കുന്ന, താങ്ങി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഊന്നുവടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിലർ പറഞ്ഞത്. അത് ആലോചിച്ചത് ഈ പരീക്ഷണത്തിൻ്റെ കാഠിന്യം ആലോചിച്ചപ്പോഴാണ്. കാരണം ഇത് ഇസ്ലാമിലായി മരിക്കുക എന്നുള്ളതാണ് ആവശ്യം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അള്ളാഹിൻ്റെ കയ്യിലാണ്. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ നമുക്കറിയാം, നമ്മുടെ തിന്മകൾ നമുക്കറിയാം, നമ്മെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ മരണമല്ല, ഇപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ വാർത്തകൾ വരുന്നു. നോക്കൂ, മുസ്ലിമീങ്ങൾ അതിൻ്റെ മുൻപിൽ നിൽക്കുന്നു. നോക്കൂ നിങ്ങൾ, മൊത്തത്തിൽ മുസ്ലിം സമൂഹം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ നീക്കട്ടെ. നോക്കൂ, മരണം അതിനപ്പുറത്തുള്ളത് സ്വർഗമാണ്, ഷഹാദത്താണ്. ആദം നബിയുടെ 2 മക്കൾ കണ്ടില്ലേ, ഒരാളെ കൊല്ലാൻ വന്നപ്പോൾ എന്തായാലും പറഞ്ഞത്, നീ എൻ്റെ തിന്മയും കൂടി എടുത്തിട്ട് പരലോകത്തേക്ക് എത്തുകയാണെങ്കിൽ എനിക്ക് നഷ്ടമില്ല. കാരണം എന്താ, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ഹദീസിൽ വന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ വാലിമും മദ്ലൂമും ഫിത്നക്കാരൻ്റെ കാലഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിത്നയുടെ കാലത്ത് യുദ്ധം ചെയ്യരുതെന്നാണ്. വ്യക്തത ഇല്ലാത്ത കാലത്ത് ആരാണ് വധിക്കുന്നത്, ആരാണ് കൊല്ലപ്പെടുന്നത്, എന്താണ് നടക്കുന്നത്, ഹക്കാരത്താണ്, ഒന്നും അർത്ഥമല്ല. ആ സമയത്ത് യുദ്ധത്തിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, അവർ എന്നെ വീട്ടിൽ വന്നിട്ട് ആക്രമിച്ചാലോ? ഫുഖഹാക്കളുടെ കിതാബുകൾ ചർച്ച കാണാൻ എനിക്ക്, വീട്ടിൽ വന്നിട്ട് ആക്രമിച്ചാൽ എന്ത് ചെയ്യണം? ചില ഫുഖഹാക്കൾ പറഞ്ഞത്, ഫിത്നയുടെ കാലമാണോ, നീ ഒരിക്കലും വാലിമിൻ്റെ പക്ഷത്താവരുത്, മദ്ലൂമായി കൊല്ലപ്പെട്ടാലും വേണ്ടില്ല. കാരണം കൊല്ലപ്പെട്ടാലും അവന് പ്രയാസമില്ല, പരലോകം സുരക്ഷിതമാണെങ്കിൽ. അന്യായമായി ഒരുത്തരെ കൊന്നിട്ടാണ് ജീവിക്കുന്നതെങ്കിലോ എത്ര കാലം ജീവിച്ചാൽ എന്തായാലും മരിക്കും. അതുകൊണ്ട് മുസ്ലിമായി മരിക്കുക ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ് എന്നതിന് ആയത്ത് തെളിവാണ്. നോക്കുക, അപ്പോൾ നമ്മൾ എത്ര നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നത്, നമ്മളിത് അർത്ഥറിഞ്ഞിട്ടാണോ ഈ പറയുന്നത്, ഇത് ചിന്തിച്ചിട്ടാണോ നമ്മൾ ദുആ ചെയ്യുന്നത്, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഫമൻ കാന അഅറഫ ലിൽ ഹഖ് വഅത്ബഅ ലഹു, അപ്പോൾ ഏതൊരാൾ, ഫമൻ ഒരാൾ, കാന അഅറഫ ലിൽ ഹഖ് സത്യത്തെക്കുറിച്ച് ഏറ്റവും അറിവുള്ളവനായോ, വഅത്ബഅ ലഹു സത്യത്തെ ഏറ്റവും അധികം പിൻപറ്റുന്നവനായോ, കാന ഔലാ ബിസ്സിറാത്തിൽ മുസ്തഖീം അവനാണ് സിറാത്തുൽ മുസ്തഖീമിന് ഏറ്റവും അർഹതയുള്ളവൻ. ഏറ്റവും സത്യം അറിയുകയും ഏറ്റവും സത്യം പിൻപറ്റുകയും ചെയ്യാം. ഇത് അഹ്ലുസുന്നത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅ അഅലമുൻ നാസി ബിൽ ഹഖ് വഅർഹമുഹും ബിൽ ഖൽഖ്. അതാണ് അഹ്ലുസുന്ന അഅലമുൻ നാസി ബിൽ ഹഖ്,
ജനങ്ങളുടെ കൂട്ടത്തിൽ സത്യം ഏറ്റവും നന്നായി അറിയുന്ന അവർക്കായിരിക്കും. സത്യത്തെക്കുറിച്ച് ഏറ്റവും വിവരമുള്ളത് അവർക്കായിരിക്കും. വർഹമുഹും ബിൽ ഖൽഖ്. അവിടെയാണ് പലർക്കും പാള. സത്യം അറിയുന്നത് ചില ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാക്കുക, മറ്റുള്ള ആൾക്കാരെ മോശമായി കാണാനും ഇകഴ്ത്താനുമാണ് അതിന് കാരണമാവുക. പക്ഷെ അദ്ദേഹം പറയുന്നത് അഹ്ലുസുന്ന എങ്ങനെയാണ്? അവർ ജനങ്ങളിൽ ഹക്ക് ഏറ്റവും അറിയുന്നവരും വർഹമുഹും ബിൽ ഖൽഖ്, സൃഷ്ടികളോട് ഏറ്റവും കാരുണ്യമുള്ളവരായിരിക്കും. ولا ريب أن أصحاب رسول الله صلى الله عليه وسلم هم أولى الناس بذلك بعد الأنبياء عليهم السلام. ولا ريب സംശയമില്ല أن أصحاب رسول الله അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഹും ഔല നാസി ബിദാലിക്, അവരാണ് അതിന് ഏറ്റവും അർഹതയുള്ളവർ. ആര് കഴിഞ്ഞാൽ? ബഅദൽ അംബിയ, അംബിയാക്കൾ കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന് ഏറ്റവും അർഹതയുള്ളത് സഹാബികളാണ് എന്നതിൽ സംശയമില്ല. അവർക്കാണ് ഇതിന് ഏറ്റവും അർഹതയുള്ളത്. ഫദല്ലത്തിൽ ആയത്തു അലാ ഫദ്ലിഹിം, അതിനാൽ ഈ ആയത്ത് അവരുടെ ഫദ്ൽ അറിയിക്കുന്നുണ്ട്, സഹാബത്തിൻ്റെ ഫദ്ൽ അറിയിക്കുന്നുണ്ട്, സഹാബത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്നുണ്ട്. വഅദീമി മൻസിലത്തിഹിം, അതുപോലെ അവരുടെ മഹത്തരമായ പദവി അറിയിക്കുന്നുണ്ട്. അദീം എന്ന മഹത്തരമായ, മൻസിലത്ത് പദവി, അവരുടെ മഹത്തരമായ പദവി അറിയിക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇത് സഹാബത്തിൻ്റെ ശ്രേഷ്ഠത ഈ ആയത്ത് അറിയിക്കുന്നത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഖുർആൻ ഓതുന്ന സമയത്ത് ഏറ്റവും നിഅമത്ത് ലഭിച്ച ആൾക്കാരാണ് നബി കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? സഹാബത്താണ്. അവരാണ് ഇതിന് ഏറ്റവും അർഹതയുള്ള ആൾക്കാർ. അവരാണ് ഖുർആനിൽ മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കപ്പെട്ടവർ. അവരാണ് കുൻതും ഖൈറ ഉമ്മ എന്ന് പറയപ്പെട്ടത്. അവരെക്കുറിച്ചാണ് റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞത്. സഹാബികളാണ്. അള്ളാഹു ഖുർആനിൽ അവരെയാണ് ഈ പ്രശംസിച്ചതൊക്കെ ഉള്ളത്, സഹാബത്തിനെയാണ്. സൂറത്തുൽ ഫത്ഹിലൊക്കെ വന്നതുപോലെ മുഹാജിരീങ്ങളെ, അൻസാറുകളെ, വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാൻ, അൻസാരികളെ കുറിച്ചാണ് അത് പറഞ്ഞത്. അവരെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ പുകഴ്ത്തലുകളെല്ലാം നടത്തിയത് ഖുർആനിൽ വന്നത്. മുഹമ്മദു റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുത്തോടൊപ്പമുള്ളവർ എന്താ അവരുടെ പ്രത്യേകത? ഷിദ്ദാ അലൽ കുഫാർ, കുഫാറുകളോട് കഠിനമാണ്. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ അള്ളാഹ് പുകഴ്ത്താണ്. ഖുർആനിൽ അള്ളാഹ് പറയാണ് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ദാലിക മസലുഹും ഫി തൗറാത്ത്. അവരുടെ മുഖങ്ങളിൽ സുജൂദിൻ്റെ അടയാളമുണ്ട്. കാരണം മുഖത്ത് സുജൂദിൻ്റെ പ്രകാശമുണ്ട്. മറ്റേ ഇതല്ല, എന്താ നിസ്കാരത്തേമ്പല്ല, മറിച്ച് മുഖത്തിൻ്റെ പ്രകാശമുണ്ട് നിസ്കാരം കാരണം, രാത്രി നിസ്കരിക്കുന്ന കാരണം. ദാലിക മസലുഹും ഫി തൗറാത്ത്, തൗറാത്തിൽ അവരുടെ ഉപമയാണത്. അപ്പോൾ തൗറാത്തിൽ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന കാലത്ത് അള്ളാഹു ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു കൗമ് വരാനുണ്ട്. ഇവരുടെ ശ്രേഷ്ഠത എത്രയായിരിക്കും? ഇത്ര കാലമുണ്ട് മൂസാ നബിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ. ഖുർആൻ അള്ളാഹു പറഞ്ഞു അവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ലിയഗീദ ബിഹിമുൽ കുഫാർ, കുഫാറുകളെ അരീശം പിടിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സഹാബികളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു സഹാബത്തിന് വെറുക്കുക എന്നുള്ളത് കുഫറിൻ്റെ അടയാളമാണ്. ഈ കാലഘട്ടത്തിൽ റാഫിദി, ഷിയഈ അഖീദ പേർന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് ദേഷ്യം കാണിക്കുന്നു എന്നത് അവർ ഇസ്ലാമിൻ്റെ ശരിയായ വഴിയിലല്ല എന്ന് തെളിവാണ്. ലാ ഹൗല ലാ ഖുവത. ഖൗമ് പറഞ്ഞു നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 5 ആൾക്കാർ ഒഴികെ ബാക്കിയെല്ലാം കാഫിറായതാണ്. സഹാബത്തിനെ കുറിച്ച് പറയും. അതുകൊണ്ടാണ് മുൻഗാമികൾ ചിലർ പറഞ്ഞു റാഫിളത്തിൻ്റെ ആളുകൾ യഹൂദ നസാറാക്കളെ കടത്തിവെട്ടിയിരിക്കുന്നു. യഹൂദരോട് നിങ്ങൾ ചോദിക്കാൻ മൻ അഫ്ളലുക്കും മൻ അഹ്സനുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അസ്ഹാബു മൂസ, മൂസയുടെ അനുയായികളാണ്. മൂസാ നബിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആദ്യകാലത്തെ ബനൂ ഇസ്രായേലുകാർ. ഈസയോട്, നസാറാക്കളോട് നിങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതാരാണ്? അവർ പറയും ഹവാരിയു ഈസ, ഈസയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഹവാരിയങ്ങളാണ്. റാഫിളത്തിനോട് നിങ്ങൾ ചോദിക്കുക, ഷിയഈ മാർഗം പിൻപറ്റിയ ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക മൻ ശർറുക്കും, നിങ്ങൾ മറ്റു മോശം ആൾക്കാരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിൻ്റെ സഹാബികളാണ്. ഏറ്റവും മോശം അവരാണ് ഖൗമിൻ്റെ അടുത്ത്. സഹാബികൾ അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് അംഗീകരിക്കുന്നവരാണിവർ. ഇന്ന് ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ ഈ സിയാസ, ഈ രാഷ്ട്രീയം
അതിൻ്റെ അതിപ്രസരം അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ രാഷ്ട്രീയത്തിനും അതിൻ്റെ പേരിലുള്ള പുറമേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി കൂടലിനും ആളുകൾ വില കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആൾക്ക് അത് മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നൊരു യുദ്ധം ചെയ്തു, ഇത് മതി, അഖീദ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയാണോ? അങ്ങനെ ആയിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ? അങ്ങനെ ആയിരുന്നു? അല്ല. യുദ്ധം ചെയ്ത ഒരാൾ യുദ്ധം ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണോ അവിടുന്ന് ആളുകളെ നല്ലത് പറഞ്ഞത്? അല്ല. അഖീദയും സുന്നത്തും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിലെ യുദ്ധം. അല്ലാതുള്ള യുദ്ധങ്ങളൊക്കെ എന്താണ്? ഒരു കാര്യമില്ല. ഭൂമിക്ക് വേണ്ടിയോ അസബിയത്തിന് വേണ്ടിയോ വിഭാഗീയതയ്ക്ക് വേണ്ടിയോ. ويستحب للقارئ أن يقول في الصلاة بعد قراءة الفاتحة آمين. ഇസ്തഹബ് എന്നാണ് പുണ്യമാണ്, സുന്നത്താണ്. സുന്നത്ത് എന്ന് എല്ലാ സമയത്തും ഇസ്തഹബ് എന്ന് അർത്ഥം പറയാൻ പറ്റില്ല, പുണ്യമുള്ള കാര്യമാണ് എന്നാണ് ചില സമയത്ത് പറയാം. ലിൽ ഖാരി, ഖുർആൻ പാരായണം ചെയ്യുന്നവന്, അനി യഖൂല ഫി സ്വലാ, നിസ്കാരത്തിൽ പറയുന്നത് സുന്നത്താണ്. ബഅദ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹയുടെ പാരായണത്തിന് ശേഷം എന്ത് പറയണം? ആമീൻ എന്ന് പറയുന്നത് സുന്നത്താണ്. അത് ചിലർ പറഞ്ഞു അറബിയിലെ വാക്കല്ല, അത് മറ്റു ഭാഷയിൽ നിന്ന് വന്ന വാക്കാണ്. അതിൻ്റെ ഉദ്ദേശം ആമീൻ എന്നതിൻ്റെ അർത്ഥം വമഅനാഹ, അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ എന്നാണ്. വലൈസത് ആയതൻ മിൻ സൂറത്തുൽ ഫാത്തിഹ, അത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തല്ല. ആമീൻ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്ത്. ബിത്തിഫാഖിൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ അക്കാര്യത്തിൽ ഇത്തിഫാഖുണ്ട്. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ ഇത്തിഫാഖും ഇജ്മാഉം ഉണ്ട്, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ പൊതുവായ യോജിപ്പുണ്ട്, ഇജ്മാ എന്ന് പറഞ്ഞാൽ എല്ലാവരും യോജിച്ചിട്ടുണ്ട്. ഇജ്മാ ഇത്തിഫാഖിനേക്കാൾ വലുതാണ്. ولهذا أجمعوا على عدم كتابتها في المصاحف. ولهذا ഇക്കാരണത്താലാണ് അജ്മഉ അവരെ ഏകോപിച്ചത്, അല അദമി കിതാബത്തിഹ, ആമീൻ എന്നത് എഴുതാതിരിക്കാൻ, ഫിൽ മസാഹിഫ്, മുസ്ഹഫുകളിൽ ആമീൻ എഴുതാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഖുർആനിൽ പെട്ടതല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതോടുകൂടി അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചത് അമലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. اللهم ربنا تقبل منا إنك أنت السميع العليم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم.